പുതിയ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ MS ഷബീർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻറ്റിറ്റി കോൺസെപ്റ്റിനെ കുറിച്ചാണ്. ഒരു അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിൽ ഒരു ബിസിനസ്സിൻ്റെ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു അക്കൗണ്ടന്റ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ബിസിനസ്സും ബിസിനസ് ചെയ്യുന്ന വ്യക്തിയും ബിസിനസ്മാനും ഇത് രണ്ടും രണ്ട് വ്യക്തികളാണ് എന്നുള്ള കോൺസെപ്റ്റിൽ വേണം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയാം. ഇവിടെ നമ്പർ 1 സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു എക്സാമ്പിൾ ആണ്. നമ്പർ 1 സൂപ്പർ മാർക്കറ്റിന്റെ പേര് നമ്പർ 1 സൂപ്പർ മാർക്കറ്റ് ഒരു ബിസിനസ് സ്ഥാപനമാണ്. അതിന്റെ ഓണർ ബി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ബി എന്ന് പറയുന്ന വ്യക്തി ഒരു 7 lakh rupees ഉപയോഗിച്ചുകൊണ്ടാണ് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്പർ 1 സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 7 lakh rupees ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ബി അയാളുടെ സ്വന്തം കയ്യിലെ പൈസയോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയ പൈസയോ ഉപയോഗിച്ചുകൊണ്ട് അയാൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അയാൾ അത്രയും നമ്മുടെ 7 lakh rupees എന്ത് ചെയ്യാണ് ബിസിനസ്സിലേക്ക് ആ 7 lakh rupees ഇൻവെസ്റ്റ് ചെയ്യാണ്. ദെൻ നമ്മുടെ എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം ഇത്രയും പൈസ ആരാണ് ഇത് നമ്മൾ പറഞ്ഞതാണ് എന്ത് ബിസിനസ്സും ബിസിനസ്മാനും ഇത് രണ്ട് വ്യക്തികളാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മളൊരാളെ നമ്മളെ കുറച്ച് പൈസ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ എന്ത് ചെയ്തു നമുക്കിപ്പോൾ പൈസ ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ബിസിനസ്മാൻ്റെ കയ്യിൽ എന്ത് ചെയ്തു നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിൽ അത്രയും പൈസ നമ്മൾ എന്ത് ചെയ്തു സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തു. ദെൻ അയാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പൈസ അയാളുടെ അസറ്റ് അല്ല അയാളുടെ സ്വന്തം പൈസയായിട്ടല്ല വരിക. സ്വന്തമല്ല അത്. കാരണം അയാൾക്ക് പൈസ എൻ്റെ പൈസയാണ്. ഞാൻ എപ്പോൾ ചോദിക്കുന്നുവോ അത് എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും അയാൾ തിരിച്ചു തരേണ്ടി വരും. നമുക്ക് ബാങ്കിലൊക്കെ പൈസ ഇടുന്നത് പോലെ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ക്യാഷ് ഇടുന്ന സമയത്ത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല ബാങ്കിനത് അസറ്റായിട്ട് വരില്ല. കാരണം അത് ഞാൻ എപ്പോൾ ചോദിക്കുന്നുവോ ആ സമയത്ത് ബാങ്ക് എനിക്കത് റീപേബിൾ ചെയ്യാൻ ബാങ്ക് ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെ ഇവിടെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം ബിസിനസ്മാന് 7 lakh rupees ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ ബിസിനസ് നടക്കുന്നിടത്തോളം കാലം ഈ 7 lakh rupees ആരതാണ് ആ ബിസിനസ്സിൻ്റെ നമ്പർ 1 സൂപ്പർ മാർക്കറ്റിൻ്റെതാണ്. ദെൻ അതുകൊണ്ട് തന്നെ ഇവിടെ അത് ഇറ്റ് മീൻസ് അത് ബിസിനസ്സിൻ്റെ സ്വന്തം പൈസയല്ല. ഈ ബിസിനസ്മാൻ ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസയാണ്. അതുകൊണ്ട് ഈ ഒരു എമൗണ്ട് എന്തായിരിക്കും ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ ഇറ്റ് മീൻസ് ലയബിലിറ്റി ആയിട്ടാണ് ബിസിനസ്സിന് വരിക. ഇതാണ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ബിസിനസ്മാൻ അയാളുടെ ആവശ്യത്തിന് വേണ്ടി ഇതിൽ നിന്ന് ഫണ്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുക അയാളുടെ ക്യാപിറ്റൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് കുറയുകയാണ് ചെയ്യുക. കാരണം അത്രയും പൈസ ബിസിനസ്സിന് ആരെ ഏൽപ്പിച്ചു അത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ടല്ല വരിക. ബിസിനസ്മാൻ അയാളുടെ സ്വന്തം ആവശ്യത്തിന് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്താൽ അത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ടല്ല വരിക. ആളുടെ എക്സ്പെൻസ് ആയിട്ടാണ് വരിക ബിസിനസ്മാൻ്റെ എക്സ്പെൻസ് ആയിട്ടാണ് വരിക. ഇറ്റ് മീൻസ് അയാൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ആ 7 lakh rupees നിന്ന് എന്ത് ചെയ്യും അയാൾ എത്ര പൈസയാണ് അയാളുടെ ആവശ്യത്തിന് എടുത്തത് അത് അതിൽ നിന്ന് കുറയും. ഫോർ എക്സാമ്പിൾ ഒരു 5,000 rupees അയാളുടെ ആവശ്യത്തിന് എടുത്താൽ ഇത് മീൻസ് 7 lakh അയാൾ ഇൻവെസ്റ്റ് ചെയ്തു 5,000 അയാളുടെ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 6,95,000 rupees ആണ് ആരുടെ കയ്യിൽ ഉണ്ടാവുക ബിസിനസ്സിൻ്റെ കയ്യിൽ ഉണ്ടാവുക. അതോടൊപ്പം ഈ 7 lakh rupees ബിസിനസ്മാനെ ഇതിലേക്ക് നമ്പർ 1 സൂപ്പർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ബുക്സിൻ്റെ അക്കൗണ്ടിൽ എന്തോരും അസറ്റായിട്ട് ഒരു അസറ്റും ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. കാരണം ഈ 7 ലക്ഷം രൂപ ബിസിനസ്സിൻ്റെതല്ല. ആ ബി എന്ന് പറയുന്ന ആ ബിസിനസ്സിൻ്റെ ഓണർ ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് 7 lakh എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ എമൗണ്ട് 7 lakh എന്നുള്ളത് ബിസിനസ്സിൻ്റെ ലയബിലിറ്റി ആയിരിക്കും. അതോടൊപ്പം തന്നെ അവരുടെ അസറ്റ് ക്യാഷ് എന്ന് പറയുന്ന ആ അസറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. കാരണം 7 ലക്ഷം രൂപ ബിസിനസ്മാനെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും പൈസ അവരുടെ കയ്യിൽ വരികയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ കയ്യിൽ വരികയാണ്. ഇനി ഒരു എക്സാമ്പിളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിസിനസ് എന്ത് ചെയ്യാണ് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മെഷീൻ പർച്ചേസ് ചെയ്യാം. ഒരു 50,000 രൂപയുടെ ഒരു മെഷീൻ പർച്ചേസ് ചെയ്യാം. അപ്പോൾ 7 lakh rupees ആളുടെ കയ്യിലുണ്ട്. ഈ ബിസിനസ്മാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് 7 lakh rupees ബിസിനസ്സിൻ്റെ കയ്യിലുണ്ട്. ആ ബിസിനസ് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് 50,000 രൂപയുടെ മെഷീൻ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും നമ്മുടെ ഇവിടെ ബിസിനസ്സിൻ്റെ കയ്യിൽ 7 lakh rupees ഉള്ളതിൽ നിന്ന് 50,000 രൂപ കുറയും. കാരണം മെഷീൻ പർച്ചേസ് ചെയ്യുമ്പോൾ 50,000 രൂപ എന്ത് ചെയ്യേണ്ടി വരും അത് ഏത് സ്ഥാപനത്തിൽ നിന്നാണോ പർച്ചേസ് ചെയ്തത് അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ 50,000 രൂപയുടെ നമ്മുടെ കയ്യിലുള്ള ക്യാഷിൽ നിന്ന് കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഒരു അസറ്റ് എക്സ്ട്രാ ഒരു അസറ്റ് കൂടെ അവിടെ വരും. മെഷീനറി എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ അസറ്റ് കൂടെ അവിടെ വരും. ക്യാപിറ്റലിന് ചേഞ്ച് ഇല്ല. കാരണം ഇത് ബിസിനസ്മാൻ്റെ എക്സ്പെൻസ് അല്ല ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് എക്സ്പെൻസ് ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് എത്ര രൂപ നമ്മൾ ചിലവഴിച്ചാലും അത് ആരുടെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക.
ചെയ്യുക. നേരെ മറിച്ച് ബിസിനസ്മാൻ അയാളുടെ ആവശ്യത്തിനോ വീട്ടാവശ്യത്തിനോ വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്തു കഴിഞ്ഞാൽ അത് അയാളുടെ മീൻസ് അയാൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൽ നിന്നാണ് കുറയുക. ഇതാണ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ്സും ബിസിനസ്മാൻ രണ്ടാണ് എന്നുള്ള കോൺസെപ്റ്റ്. ബിസിനസ്സിൻ്റെതായിട്ടുള്ള ആവശ്യത്തിന് എന്ത് പൈസ ചിലവാക്കി കഴിഞ്ഞാലും അത് ബിസിനസ് എക്സ്പെൻസ് ആയിട്ടും, നമ്മുടെ ബിസിനസ്മാൻ അയാളുടെ വ്യക്തിപരമായ ആവശ്യത്തിന് പൈസ എടുത്താൽ അത് അയാളുടെ പേഴ്സണൽ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ടിലേക്കായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.